വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളെല്ലാവരും കൂടി കല്യാണം കഴിഞ്ഞിട്ട് കോവളത്തേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, ബാക്കിലെല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ്. ഏട്ടൻ്റെ ഫ്രണ്ടായ അഖിലിൻ്റെ അനിയത്തിയുടെ മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ ട്രിവാൻഡ്രത്താണ് അഖിലിൻ്റെ വീട്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് നാൾക്ക് മുന്നേ എടുത്തതാണ്. അപ്പോൾ എനിക്കിത് അപ്ലോഡ് ചെയ്യാനായിട്ട് ടൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കല്യാണം കഴിഞ്ഞിട്ട് വൈകിട്ട് റിസപ്ഷനും കഴിഞ്ഞിട്ട് നേരെ കോവളത്തേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അഖിൽ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഊട്ടിയിലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ അഖിലിൻ്റെ വീട്ടിനടുത്തുള്ള അഖിലിൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ട്രിപ്പ് പോകുന്നത്. ഞങ്ങൾ അവിടുന്ന് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് വണ്ടി എടുത്തത്. നമ്മളൊരു 9:30 ആയപ്പോൾ ഏകദേശം കോവളത്തെത്തി. ആ സമയം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാവരും പല വഴിക്കാണ് പോയത്. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ. കാരണം ചുറ്റും നോക്കിക്കഴിയുമ്പോൾ ഫുള്ള് ലൈറ്റാണ് കാണുന്നത്. ബാക്കി എല്ലാ കൂട്ടുകാരന്മാരും കോഴിക്കോടും കണ്ണൂരും എന്നൊക്കെ ഉള്ളവരാണ്. ഞാനും വേറൊരു ഫാമിലി മാത്രമാണ് കൊല്ലത്തുള്ളവർ. ഞാൻ നേരെ പോയത് കമ്മൽ സെക്ഷനിലോട്ടാണ് കേട്ടോ. അപ്പം എൻ്റെ കണ്ണ് അങ്ങോട്ടേക്കായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കമ്മലും വളയും ഒക്കെ വാങ്ങി. അങ്ങനെ ഇവിടുത്തെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന സെക്ഷനിലേക്കാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കുട്ടികൾക്ക് കളിക്കുന്ന പാർക്കിലേക്ക് പോയി. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒരു ഗെയിം കളിക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പം അവിടെ കുറച്ച് ബലൂണുകൾ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഗൺ വെച്ച് പൊട്ടിക്കണം. ഏട്ടൻ എവിടെ ചെന്നാലും അത് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഏട്ടൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ മറ്റുള്ളവരെല്ലാം ചെയ്ത് കഴിഞ്ഞ അവസാനം ഏട്ടൻ്റെ ഊഴം എത്തി. അപ്പോൾ ഒരാൾക്ക് 5 വട്ടമാണ് കേട്ടോ ചാൻസ് ഉള്ളത്. അപ്പോൾ ഏട്ടൻ പേയ്മെൻ്റൊക്കെ ചെയ്തിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഏട്ടൻ ഉന്നം പിടിച്ചൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും 2 ബലൂൺ ഏട്ടൻ പൊട്ടിച്ചു അതിസാഹസികമായിട്ട്. പിന്നെ നമ്മൾ അടുത്ത ഗെയിം സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. ഇതും അതുപോലൊരു ഗെയിമാണ് കേട്ടോ. നമുക്ക് 5 ചെറിയ ബോളുകൾ അവർ തരും. അപ്പോൾ നമ്മൾ ഉരുട്ടിയിടുമ്പോൾ ആ നമ്പറിനകത്ത് ഏതൊക്കെ നമ്പറിനകത്താണോ വീഴുന്നത് ആ നമ്പറെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു സംഖ്യ കിട്ടണം. അപ്പം നമുക്ക് ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് തരും. അതാണ് ഗെയിം കളിക്കേണ്ടത്. അങ്ങനെയാണ്. അപ്പോൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോനാണ് കേട്ടോ ആദ്യം കളിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഏട്ടൻ കളിക്കാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ കൂടുതലും വീഴുന്നത് 1-ലും 2-ലും മാത്രമായിരുന്നു ഗെയ്സ്. അതുകൊണ്ട് നമുക്ക് ഗിഫ്റ്റൊന്നും കിട്ടിയില്ല. അപ്പോഴേക്ക് സമയം ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോഴത്തേക്ക് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. കാരണം വണ്ടി കിടന്നിടത്തേക്ക് എല്ലാവരും ചെല്ലാനായിട്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് പാനിപ്പൂരിയൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ഫ്രഷായിട്ട് ഫിഷ് ഫ്രൈ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അന്നേരം നമുക്ക് ഏത് മീനാണെന്ന് വെച്ചാൽ നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി, അവരന്നേരം നമുക്ക് ഫ്രൈ ചെയ്ത് തരും. പക്ഷേ നമ്മൾ ഓംലേറ്റാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അതും കഴിച്ച് നേരെ വണ്ടി കിടന്ന സ്ഥലത്തേക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അവൾക്ക് ഗിഫ്റ്റും കൂടി മേടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ എല്ലാവരും എത്തിച്ചേർന്ന സ്ഥലത്ത് വെച്ച് മോൾക്ക് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുകയാണ് അവർ കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും പാറമോൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് നേരെ പോയത് വെട്ടുകാട് പള്ളിയിലേക്കാണ് കേട്ടോ. പള്ളിയുടെ അടുത്തായിട്ടൊരു ബീച്ചുണ്ട്. അപ്പോൾ അവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. കറക്റ്റ് 12 മണിയാകുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ പള്ളിയിൽ നമ്മൾ എത്തിച്ചേർന്നപ്പോൾ തന്നെ കറക്റ്റ് 12 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ബീച്ചിൻ്റെ അടുത്ത് പോയി പാറമോളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് വേണ്ടി ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത അങ്കിളിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.